സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ ഫെയിലിയർ. ഒരു എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഏറ്റവും ആദ്യത്തേതാണ് മെക്കാനിക്കൽ ഫെയിലിയർ. അതായത് എൻജിൻസിൻ്റെ നിർമ്മാണ രീതിയിൽ തന്നെ ഉണ്ടായ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, അല്ലെങ്കിൽ എൻജിൻസിൻ്റെ മെയിൻ്റനൻസിൽ ഉണ്ടാകുന്ന പോരായ്മ കൊണ്ടുണ്ടാകുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള വെയർ ആൻഡ് ടയർ. ഇതൊക്കെയാണ് ഈ മെക്കാനിക്കൽ ഫെയിലിയറിൽ വരുന്നത്. രണ്ടാമത്തേതാണ് എയർക്രാഫ്റ്റിൽ പക്ഷികൾ വന്നിടിച്ചിട്ടുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ എൻജിന് ഫെയിലിയർ സംഭവിക്കാം. US എയർവേസ് ഹഡ്സൺ റിവറിൽ സേഫായിട്ട് വാട്ടർ ലാൻഡിങ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇതിനുള്ളൊരു ഉദാഹരണം തന്നെയാണ്. പിന്നീട് വരുന്നതാണ് ഫ്യൂവൽ ഇഷ്യൂസ്. എന്തെങ്കിലും രീതിയിൽ ഇന്ധനത്തിലുണ്ടാകുന്ന ഡാമിനേഷൻ, അതുപോലെ തന്നെ ഇൻകറക്റ്റായിട്ട് ചെയ്യുന്ന ഫ്യൂവലിങ്, ഇതെല്ലാം തന്നെ എൻജിൻസിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചേക്കാം. എൻജിൻ ഫെയിൽ ആകാനുള്ള കാരണത്തിലേക്ക് ഒന്നായി മാറുകയും ചെയ്യാം. പിന്നീട് വരുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെയിൻ്റനൻസ് ഇഷ്യൂസ്. ഇപ്പോൾ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത്, റുട്ടീനായിട്ടുള്ള ചെക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻജിൻ ഫെയിലിയറിന് ഒരു ചാൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. പിന്നീട് നോൺ സ്റ്റോപ്പായിട്ട് ഫ്ലൈ ചെയ്യുന്ന എൻജിൻസിനും തീർച്ചയായിട്ടും ഇഷ്യൂസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് വരുന്നതാണ് എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥ. അതായത് ഇപ്പോൾ സിവിയർ ടർബുലൻസ്, അതുപോലെ ശക്തിയായിട്ടുള്ള കാറ്റുള്ള സ്ഥലത്തൂടെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ, സ്റ്റോം ഉള്ള സ്ഥലത്തൂടെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ, ഇതെല്ലാം തന്നെ എൻജിൻസിന് ഫങ്ഷൻ ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കാറുണ്ട്. പിന്നീട് ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയോ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഇലക്ട്രോണിക് ഫെയിലിയർ എയർക്രാഫ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എൻജിൻസിൻ്റെ പെർഫോമൻസിനെ തീർച്ചയായിട്ടും ബാധിക്കും. പിന്നീട് അവസാനമായിട്ട് പറയാനുള്ളത് ഹ്യൂമൻ എറർ തന്നെയാണ്. ഇപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും രീതിയിൽ പൈലറ്റ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ എൻജിൻസിൻ്റെ കൺട്രോൾ കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്തതും എൻജിൻസിൻ്റെ ഫെയിലിയറായിട്ട് വരാറുണ്ട്. പിന്നീട് വരുന്നൊരു സംശയമാണ് രണ്ട് എൻജിൻസും എങ്ങനെ ഫെയിൽ ആവാനുള്ള ചാൻസ് വരിക എന്നുള്ളത്. ഈ രണ്ട് എൻജിനും ഫെയിൽ ആവുക എന്നുള്ളത് വളരെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു എൻജിൻ തന്നെ ഫെയിൽ ആവുന്നത് റെയറായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ രണ്ട് എൻജിൻസിന് പിന്നെ പറയുക പോലും വേണ്ട. പക്ഷേ എങ്കിൽ പോലും ഇത് സംഭവിക്കാൻ പാടില്ല എന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹഡ്സൺ റിവർ ഇൻസിഡൻറ്റ് തന്നെ അതിന് വലിയൊരു എക്സാമ്പിളാണ്. രണ്ട് എൻജിൻസും ആ സിറ്റുവേഷനിൽ ഫെയിൽ ആയിരുന്നു. അത് ബേർഡ് സ്ട്രൈക്ക് കാരണം ഉണ്ടായതാണ്. ബേർഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു കാരണമാണ് ഈ രണ്ട് എൻജിൻസ് ഫെയിൽ ആകാനുള്ളത്. പിന്നീട് വരുന്ന മറ്റൊരു കാരണമാണ്, ഇപ്പോൾ ഒരു എൻജിൻ ഫെയിൽ ആയ സമയത്ത് ആ എൻജിന് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് പകരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻജിനെ ബൈ മിസ്റ്റേക്ക് ഷട്ട് ഡൗൺ ചെയ്താലും രണ്ട് എൻജിൻസും ഫെയിൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രിട്ടീഷ് മിഡ്ലാൻഡ് ഫ്ലൈറ്റ് 92 എന്നതിൻ്റെ അപകടം ഇതിനൊരു ഉദാഹരണമാണ്. 47 യാത്രക്കാരാണ് അന്നത്തെ അപകടത്തിൽ മരണപ്പെട്ടത്. പിന്നീട് ഏതെങ്കിലും രീതിയിലൊരു ഫ്യൂവൽ ലീക്ക് കൊണ്ട് ഫ്യൂവൽ തീർന്നു പോകുന്നത് തീർച്ചയായിട്ടും രണ്ട് എൻജിൻസിനെയും ബാധിച്ചേക്കാം. എയർ ട്രാൻസറ്റ് 236 എന്ന എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അതിൽ ഫ്യൂവൽ ലീക്ക് ആവുകയും അതുകൊണ്ട് രണ്ട് എൻജിൻസ് ഫെയിൽ ആവുകയും ചെയ്തു. പക്ഷേ എയർക്രാഫ്റ്റ് ഗ്ലൈഡ് ചെയ്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പൈലറ്റിന് സാധിച്ചു എങ്കിൽ പോലും രണ്ട് എൻജിൻസും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടക്കുന്ന സ്ഥലത്തു കൂടി ഏതെങ്കിലും എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന പൊടികളോ ചാരോ അതൊക്കെ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻസിനകത്ത് കയറി പോവുകയും അങ്ങനെ എയർക്രാഫ്റ്റിൻ്റെ രണ്ട് എൻജിൻസും ഫെയിൽ ആവുകയും ചെയ്യാം. ഇതിനൊരു ഉദാഹരണമുണ്ട്. 1982 ബ്രിട്ടീഷ് എയർവേസിൻ്റെ 747 വിമാനം ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുകയും ആ എയർക്രാഫ്റ്റിൻ്റെ എല്ലാ എൻജിൻസും പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. എന്നാൽ ആ ഒരു ഏരിയയിൽ നിന്ന് മാറിയതോടുകൂടി എയർക്രാഫ്റ്റിൻ്റെ എൻജിൻസ് എല്ലാം തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പൈലറ്റിന് സാധിച്ചു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയും സംഭവിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന ഒരു റെയർ ആയിട്ടുള്ള ഒരു കാരണമാണ് ഫ്യൂവൽ ഐസിംഗ് എന്ന് പറയും. അതായത് ഫ്യൂവൽ ടാങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഐസ് പിടിക്കുകയും അത് കാരണം എൻജിൻസിലേക്ക് ഫ്യൂവൽ ലഭിക്കാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ. 2008 ബ്രിട്ടീഷ് എയർവേസിൻ്റെ 38 എന്ന 777 വിമാനം ഹീത്രോയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എയർക്രാഫ്റ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ അന്നും പൈലറ്റിന് സാധിക്കുകയുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു എൻജിൻ ഫെയിലിയർ എന്ന് തന്നെ പറയുന്നത് വളരെ റെയറാണ്. രണ്ട് എൻജിൻസ് ഫെയിൽ ആവുന്ന അവസ്ഥ എന്ന് പറയുന്നത് വിരലെണ്ണാവുന്ന മാത്രമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ.